ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മത്തി മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ചാനലിലേക്ക് പുതുതായി വന്നവരല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. കൂടാതെ ആ ബെല്ലൈക്കൻ കൂടെ ഞെക്കി ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇതുപോലെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ അതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. 20 ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. 20 എണ്ണം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ 10 ചെറുള്ളി എടുത്തിട്ട് ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ട് ഇട്ടാലും മതി. അതിനോടൊപ്പം തന്നെ ഒരു 4 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുകൂടെ ഇട്ട് കൊടുക്കാം. ഒന്നാണ് വഴറ്റി എടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് പതിയെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചട്ടി പൊട്ടിത്തെറിച്ച് മീൻകറി ആയി പോവും. വല്ലാണ്ട് ബ്രൗൺ ആയിട്ട് മാറൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് പച്ചമുളകൊക്കെ മാറിയിട്ട് ഇതുപോലെ ആയി കിട്ടുമ്പോൾ നമുക്കതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട്. രണ്ട് മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലോട്ട് ഒരു തക്കാളി അരച്ചെടുത്ത് കിടന്ന് ഒരു തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴറ്റിയിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. എണ്ണ തെളിഞ്ഞ് വരും. അതുപോലെ ഒന്ന് കൈവിടാതെ ഇളക്കി മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. തക്കാളിയിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലുള്ള കുടംപുളി 3 എണ്ണം എടുത്തിട്ടുണ്ട്. 3 എണ്ണം കഴുകി കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 മീനാണ് എടുത്തത്. ഒരു
ഇടത്തരം മീനാണ്. വലിയ മീനൊക്കെ ആണെങ്കിൽ ഒന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഇങ്ങനെ തിളക്കട്ടെ. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അധികം കയ്യിൽ വെച്ച് ഇളക്കരുത്. ഇങ്ങനെ ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. 2-3 വട്ടമായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മത്തി വെച്ചത് സെറ്റായിട്ടുണ്ട്. ഇനി മുകളിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് തുറന്നു പോകുന്നുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ കറി ഇതുപോലെ കുറുകിയ രൂപത്തിലാണ് എടുക്കേണ്ടത്. ഒരുപാട് വെള്ളമാക്കിയാണെങ്കിൽ അതിൻ്റെ രസം ഉണ്ടാവില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലിൽ കൂടുതൽ വീഡിയോസ് പ്ലേലിസ്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.